ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പറഞ്ഞത് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം അകത്തേക്ക് കടന്നു കയറുന്ന പരപദാർത്ഥങ്ങളാണ് എന്നായിരുന്നു. അവയിൽ ഒന്നാമത്തേത് വാക്സിനുകളാണ്, രണ്ടാമത്തേത് ടൂത്ത് പേസ്റ്റ് ആണ്. അവിടെ ടൂത്ത് പേസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പകരം എന്ത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റിന് പകരം നമുക്ക് ആയുർവേദ പൽപ്പൊടികളുണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഹൈജീൻ സ്ഥാപനം തന്നെ വിതരണം ചെയ്യുന്ന ഡെന്റൽ ക്രീമുണ്ട്, തേനിൻ്റെ ബേസിൽ നിന്നുണ്ടാക്കുന്ന. അതുപോലെ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഉമിക്കരി, അതുപോലെയുള്ള ധാരാളം മാവിൻ്റെ ഇല തുടങ്ങിയുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം പരപദാർത്ഥങ്ങളിൽ അടുത്തതാണ്, അത് ചായയാണ്. എന്തിനാണ് ചായ കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ യുക്തിഭദ്രമായ ആരോഗ്യ സംബന്ധിയായ ഒരു ഉത്തരം നമ്മുടെ അടുത്തില്ല. നിങ്ങൾ എന്തിനും വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്, ദാഹിച്ചത് കൊണ്ടാണ്. എന്തിന് ഭക്ഷണം കഴിച്ചു? വിശന്നത് കൊണ്ടാണ്. എന്തിന് ചായ കുടിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു ശീലമായത് കൊണ്ടാണ് എന്നോ ഒരു ഉണർവ് കിട്ടാനെന്നോ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ വായിലേക്ക് കടത്തിവിടുന്ന വസ്തു 100% ശരീരത്തിന് അനുഗുണമായതാവണം എന്ന നിർബന്ധം നമുക്ക് വേണം. ചായ കൂടി നാം ശീലിച്ചത് യൂറോപ്യൻസ്, എപ്പോഴും തണുത്ത് വിറക്കുന്ന പ്രദേശത്തുള്ളവർ ആ തണുപ്പ് അറിയാതിരിക്കാൻ വേണ്ടി അല്പസ്വല്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. ഫോറിൻ ലിക്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സിഗരറ്റ്, ഡിക്കോക്ഷൻ അഥവാ കട്ടൻ കാപ്പി, ഈ 4 അവരുടെ ശീലമാണ്. ഇതെല്ലാം അല്പസ്വല്പം ലഹരി പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അവരത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കണ്ട് ഇന്ത്യയിലേക്കും അതുപോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അവർ വന്നപ്പോൾ ആ നാടുകളിലെല്ലാം അവരുടെ കാലാവസ്ഥയുള്ള പ്രദേശത്ത് അവർ തേയിലത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു, കാപ്പിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അവരത് കുടിക്കുന്നത് കണ്ടു, നമ്മളും കുടിക്കാൻ തുടങ്ങി അന്ധമായി. എന്താണ് ചായയുടെ പ്രശ്നം അല്ലെങ്കിൽ കാപ്പിയുടെ പ്രശ്നം? തേയില എന്ന് പറയുന്നത് കഞ്ചാവ് ചെടിയുടെ ഒരു അനുജനാണ് എന്ന് വിചാരിച്ചാൽ മതി. അതിൽ തീനെന്നും ടാനിൻ എന്നും പേരുള്ള 2 ലഹരി പദാർത്ഥങ്ങളുണ്ട്. കാപ്പിയിൽ കഫീൻ എന്ന ലഹരി പദാർത്ഥമുണ്ട്. അതിനു പുറമെ അതിൽ അടിക്കുന്ന അതിമാരകവും നിരോധിക്കപ്പെട്ടതുമായ DDT, എൻഡോസൾഫാൻ തുടങ്ങിയുള്ള അതിമാരകമായ രാസവസ്തുക്കൾ അതിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. സ്പ്രേ ചെയ്ത് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നുള്ളിയെടുക്കുന്നുണ്ട്. അതോടുകൂടി ആ വിഷവും അതിൽ കയറുകയാണ്. അല്പം മണിക്കൂറുകൾക്ക് ശേഷം, ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ ശേഷമാണെങ്കിൽ അത്രത്തോളം അതിൽ വിഷമുണ്ടാവില്ല, നിർവീര്യമായി പോകും. ഇതുടൻ തന്നെ നുള്ളുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നീട് നിറത്തിനും മണത്തിനും രുചിക്കും കടുപ്പത്തിനും വ്യത്യസ്ത കെമിക്കലുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെ 1 സ്പൂൺ കറുത്ത ചായപ്പൊടിയിൽ 7ഓളം രാസവസ്തുക്കളോ ലഹരി പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത് കാപ്പിയിലാണെങ്കിൽ ചിക്കറിയുമുണ്ട്, കഫീനും ചിക്കറിയുമുണ്ട്. അപ്പോൾ ഈ 2 സാധനവും കുടിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നവന് ഉറക്കം നഷ്ടപ്പെടുന്നു, തണുപ്പ് അനുഭവിക്കുന്നവന് തണുപ്പ് ബോധ്യപ്പെടാതെയാകുന്നു. അഥവാ മദ്യപാനത്തിന്റെ ചെറിയ ഒരു ലക്ഷണങ്ങളെല്ലാം അയാളുടെ ശരീരത്തിൽ പ്രകടമാകും. അക്കാരണം കൊണ്ടാണ് ഇത് ലഹരി പദാർത്ഥത്തിൽ ഉൾപ്പെട്ടതാണ്, ഉപയോഗിക്കരുത് എന്ന് നാം പറയുന്നത്. ഒപ്പം ശരീരത്തിൽ വരുന്ന മറ്റ് പ്രത്യേകതകൾ, ഇദ്ദേഹത്തിന് ENT റിലേറ്റഡ് ഡിസീസസ്, തലവേദന, ചെവിവേദന, തൊണ്ടവേദന, ഉറക്കമില്ലായ്മ, ദുസ്വപ്നങ്ങൾ കാണുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇന്ന് വരെ ചായ കുടിക്കാത്ത ഒരാൾക്ക് ചായ കൊടുത്താൽ ഉടൻ തന്നെ അത് പെട്ടെന്ന് പ്രകടമാകും. കുറേ കാലം കുടിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അത് കുടി നിർത്തുമ്പോഴാണ് കുറച്ച് ദിവസങ്ങളിലേക്ക് ആ പ്രശ്നം ഉണ്ടാവുക. ആദ്യത്തേത് വിഷം കയറി ചെന്നപ്പോഴുണ്ടായ വേദനയാണെങ്കിൽ, പ്രയാസമാണെങ്കിൽ, രണ്ടാമത്തേത് അത് നിർത്തുമ്പോൾ, അത് ഇറങ്ങിപ്പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഇതിലുള്ള കെമിക്കൽസ് വയറിലേക്ക് ചെല്ലുമ്പോൾ അത് പരപദാർത്ഥങ്ങളായിട്ട്, അന്യപദാർത്ഥങ്ങളായിട്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും. ആയതിനാൽ ഈ 2 സാധനങ്ങളും കുടിക്കരുത് എന്നാണ് ആരോഗ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിന് പകരം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. പകരം ഒന്നും വേണ്ട എന്നാണ് ഉത്തരവെങ്കിലും ശീലിച്ചു പോയതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് മറ്റ് പലതും ഉപയോഗിക്കാവുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചി കുത്തി ചതച്ച് തിളപ്പിച്ചിട്ട് അതിൽ അങ്ങനെ കുടിക്കാം. വേണമെങ്കിൽ അല്പം ഓർഗാനിക് ശർക്കര ചേർത്തിയിട്ട് അങ്ങനെ കുടിക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഷെൽ ടീ, കോക്കനട്ട് ഷെല്ല് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ചാപ്പി എന്ന പേരിൽ മല്ലി, ഉലുവ, ജീരകം എന്നെല്ലാം കൂടെ വറുത്തു പൊടിച്ചൊരു പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കുടിക്കുക എന്നതിന് പരിഹാരം എന്ന നിലക്കാണ്. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് സാവകാശം നമ്മൾ മോചനം നേടിയെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക.